പാണക്കാട് മൊയ്നലി തങ്ങൾക്ക് വധഭീഷണി സന്ദേശം അയച്ച മുൻ ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. തനിക്ക് വീഴ്ച പറ്റിയതായി പോലീസിന് മൊഴി നൽകിയെന്ന് റാഫി പറഞ്ഞു. അതേസമയം മുൻലി തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. IPC 183, 506 എന്നിവ പ്രകാരം കലാപം സൃഷ്ടിക്കൽ, ഭീഷണിപ്പെടുത്തൽ വകുപ്പുകൾ ചുമത്തിയാണ് മലപ്പുറം പോലീസ് റാഫിയെ അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. മൊയ്നലി തങ്ങളെ നേരിട്ട് സന്ദർശിക്കുമെന്നും തന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചതായി പോലീസിന് മൊഴി നൽകിയെന്നും റാഫി പറഞ്ഞു. നാളെ മിക്കവാറും തങ്ങൾ കാണുന്നു, വിളിച്ചിട്ടുണ്ട്, തങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കേസ് സംബന്ധമായിട്ട് തങ്ങൾ നാളെ ഇവിടെ വരുന്ന പോലീസ് വിളിപ്പിക്കുന്നുണ്ട്. അവരുമായിട്ട് സംസാരിച്ചു എന്താണെന്നുള്ള രൂപത്തിൽ പോകുന്നു. സമവായത്തിൽ തങ്ങൾ കൊടുത്തതിനനുസരിച്ച് ഞങ്ങളതായിട്ടുള്ള ഒരു മൊഴി എൻ്റെ ഭാഗത്താണ് വീഴ്ച വന്നെന്നുള്ള രൂപത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. വധഭീഷണി സന്ദേശത്തിൽ പാർട്ടി പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് മൊയ്നലിക്ക് പരസ്യ പിന്തുണയുമായി ലീഗ് നേതാക്കൾ രംഗത്തെത്തിയത്. ഭീഷണി സന്ദേശം വിവാദമായിട്ടും മൗനം പാലിച്ചിരുന്ന നേതാക്കൾ ഇന്നലെ വൈകിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. മൊയ്നലി തങ്ങളുടെ പേര് പരാമർശിക്കാതെ സത്താർ പന്തല്ലൂരിനെ കൂടെ ഉന്നം വെച്ചായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ കുറിപ്പ്. കൈവെട്ടും കാലുവെട്ടുമെന്ന വെല്ലുവിളികൾ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല. പ്രസ്താവനകൾ നടത്തിയവർക്കെതിരെ അതത് സമയത്ത് തന്നെ പാർട്ടി കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. റാഫിയെ പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണെന്നും മൊയ്നലി തങ്ങൾക്കൊപ്പം പാർട്ടിയുണ്ടെന്നുമായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസും ആവശ്യപ്പെട്ടു. പാണക്കാട് തങ്ങൾമാർക്കെതിരെ വധഭീഷണി ഉയർത്താൻ ഒരാളും ഇന്നോളം തയ്യാറായിട്ടില്ലെന്ന് KT ജലീലും ഫേസ്ബുക്കിൽ കുറിച്ചു. ലീഗ് നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു KT ജലീലിന്റെ കുറിപ്പ്. SKSSF മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ 100-ലധികം പ്രവർത്തകരാണ് പങ്കെടുത്തത്. മലപ്പുറം MSP മുതൽ കുന്നമ്മൽ വരെയായിരുന്നു പ്രതിഷേധ റാലി. റിപ്പോർട്ടർ, മലപ്പുറം.